സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിച്ചുയരുന്നു. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇനങ്ങൾക്കാണ് വില കൂടിയത്. ഓണത്തിന് മുൻപ് തന്നെ വില ഉയർന്നത് ഉപഭോക്താക്കളെ ആശങ്കയിലാക്കുന്നു. തക്കാളിക്കും പാവയ്ക്കും വില 80 കടന്നു. ക്യാരറ്റ് 70, പച്ചമുളക് 65, മുരിങ്ങയ്ക്ക, കോവയ്ക്ക, പടവലം, വെണ്ടയ്ക്ക, പയർ തുടങ്ങി മലയാളികൾ കൂടുതലായി ഉപയോഗിക്കുന്ന ഇനങ്ങൾക്കെല്ലാം വില 50-നടുത്തെത്തി കഴിഞ്ഞു. ഭയങ്കരമായിട്ട് വില കൂടി സാധനങ്ങൾ. ചാലിന് വില കൂടുതൽ, ഇവിടെ 100 രൂപയ്ക്ക് വിൽക്കിന്, അവർക്ക് വില കൂടിപ്പെന്ന് പറഞ്ഞൊരു പോണ്. തക്കാളി പെട്ടി, വെണ്ടയ്ക്ക വില എല്ലാം വില കൂടുതൽ. പിന്നെ ആൾക്കാരെല്ലാം എങ്ങനെ വാങ്ങിക്കും? ഓണക്കാലത്താണ് സാധാരണയായി വില കൂടുന്നത്. പക്ഷേ ഓണം എത്തും മുന്നേ വില ഇത്രയും കുതിച്ചത് സാധാരണക്കാരുടെ നട്ടലൊടിച്ചു. നേരത്തെ കൂടി, സാധാരണ ഓണത്തിനല്ലേ കൂടാറ്, ഇതിപ്പോൾ നേരത്തെ കൂടിയില്ലേ. ഓണമൊക്കെ വരുമ്പം ഇത് കൂടുകയാണോ അതിന് കുറയുകയാണോന്ന് അറിഞ്ഞൂടാ. കുറഞ്ഞ എല്ലാവർക്കും വലിയതായിരിക്കും. പെട്ടെന്ന് കുതിച്ച് വില കൂടുന്നു, എന്നാൽ കൊള്ളൂല്ലാത്ത സവാള വില കുറയുന്നു. 5 കിലോക്ക് അതപ്പോൾ അരിഞ്ഞ് നോക്കുമ്പോൾ, വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ വേസ്റ്റാണ് മേടിക്കുന്നത്. എന്നിട്ട് വിലയ്ക്ക് ഒരു കുറവുമില്ല. കഴിഞ്ഞയാഴ്ച 1700 രൂപയ്ക്ക് വാങ്ങിയ ഒരു പെട്ടി തക്കാളിക്ക് ഈ ആഴ്ച 1900 തമിഴ്നാട്ടിലടക്കം വെള്ളത്തിനുണ്ടായ ക്ഷാമമാണ് വില ഉയരാൻ കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു. ഓണം എത്തുന്നതിന് തൊട്ടു മുമ്പ് തന്നെ വില ഇത്രയും ഉയർന്നത് സാധാരണക്കാരെ ആശങ്കയിലാഴ്ത്തുന്നതാണ്. സർക്കാരിന്റെ വിപണി ഇടപെടലൊന്നും കാര്യമായി ഫലം കാണുന്നില്ലെന്നും ഇത് തെളിയിക്കുന്നു. ക്യാമറമാൻ അരുൺ പാലോണിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18, തിരുവനന്തപുരം.